ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാതെ തന്നെ 1700 പേരുടെ മരണത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അങ്ങനെ ഒരു സംഭവമാണ് 1986 ആഫ്രിക്കയിൽ നടന്നത്. വെൽക്കം ടു ഡേ 7 ഓഫ് 100 ഡേയ്സ് ഓഫ് 100 സ്റ്റോറീസ്. ലേക്ക് നിയോസ് എന്ന തടാകം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു അഗ്നിപർവ്വതം നൂറ്റാണ്ടുകളായിട്ട് സൈലന്റ് ആയിരുന്നു. അഗ്നിപർവ്വതത്തിൽ നിന്ന് വരുന്ന ലാവയും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഈ ഒരു തടാകത്തിനടിയിൽ ട്രാപ്പായി കിടന്നു നൂറ്റാണ്ടുകളായിട്ട്. ഇതിന് പുറത്തു വരാൻ കഴിഞ്ഞിരുന്നില്ല. നൂറ്റാണ്ടുകളായിട്ട് കെട്ടിക്കിടന്നുകൊണ്ട് തന്നെ ഇത് ഹൈ പ്രഷറിലായിരുന്നു ഉണ്ടായിരുന്നത്. 1986 ഒരു അർദ്ധരാത്രി ഗ്രാമവാസികളെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇതേ സമയം അഗ്നിപർവ്വതത്തിൽ ചെറിയൊരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം മുകളിലേക്ക് വരാൻ തുടങ്ങി. ഇത് മുകളിലേക്ക് ഉയർന്ന് ഒരു മേഘമായിട്ട് രൂപപ്പെടാൻ തുടങ്ങി. കാർബൺ ഡൈ ഓക്സൈഡിന് സാധാരണയായിട്ട് ഓക്സിജനേക്കാളും ഭാരം കൂടുതലാണ്. ഇത് താഴെ ഉണ്ടായിരുന്ന ഓക്സിജനെ റീപ്ലേസ് ചെയ്ത് താഴോട്ട് ഒഴുകാൻ തുടങ്ങി. ഗ്രാമം മുഴുവൻ ഇത് സ്പ്രെഡായി. ഏകദേശം 1700 മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഈ ഒരൊറ്റ സംഭവത്തിൽ മരിക്കുകയും ചെയ്തു. ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക.